ഇന്നൊരു പരീക്ഷണമാണ് കേട്ടോ. പണ്ട് ചായക്കടകളിലെ കണ്ണാടിക്കൂട്ടിലിരുന്ന് നമ്മളെ നോക്കി ചിരിച്ചിരുന്ന നമ്മുടെ സ്വന്തം വെട്ടുകേക്കില്ലേ, അത് ഞാനിന്നൊന്ന് ഉണ്ടാക്കി നോക്കാൻ പോവാണേ. ആദ്യമായിട്ടാണ് കേട്ടോ. ഒരു മിക്സിഡ് ജാറിലേക്ക് ഒരു മുട്ട, 1/4 കപ്പ് പഞ്ചസാര, 2 ഏലക്കയും 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ പഞ്ചസാര മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് അടിച്ചെടുക്കണേ. ഇനി ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് മൈദയും 1 ടേബിൾ സ്പൂൺ റവയും 1/4 ടീസ്പൂൺ ഉപ്പും ഒരു നുള്ളു ബേക്കിംഗ് സോഡയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും പിന്നെ നമ്മുടെ മുട്ടയുടെ മിക്സും കൂടി ഒഴിച്ചിട്ട് ഈ മാവൊന്ന് കുഴച്ചെടുക്കാം. ഇത് കുഴയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് തോന്നും ഈ മുട്ടയുടെ മിക്സും കൊണ്ട് നമുക്ക് ഈ മാവ് കുഴയ്ക്കാൻ പറ്റില്ല, വെള്ളം പോരാന്ന് തോന്നും. പക്ഷേ കുറച്ചധികം സമയം നമ്മളൊന്ന് കുഴച്ച് കഴിയുമ്പോൾ നന്നായിട്ട് മാവ് കുഴഞ്ഞ് കിട്ടും. ഇതുപോലെ വരും കേട്ടോ. ഇനി നമുക്ക് ഇതിനെ ഹാഫായിട്ടൊന്ന് കട്ട് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ കയ്യിൽ വെച്ചിട്ടൊന്ന് റോൾ ചെയ്തെടുക്കണേ. കയ്യിൽ വെച്ച് ശരിയാവാഞ്ഞതുകൊണ്ട് ഞാനിതുപോലെ കട്ടിംഗ് ബോർഡിലേക്ക് മാറ്റിയിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാ ഭാഗവും ഒരേ വലിപ്പത്തിൽ വരാൻ വേണ്ടി റോൾ ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഏത് വലിപ്പത്തിൽ വേണോ അതിനനുസരിച്ച് റോൾ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ അധികം വലിപ്പത്തിലല്ല ചെയ്തെടുക്കുന്നത്. ഒന്ന് റോൾ ചെയ്ത ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് നമുക്ക് വേണ്ട വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇനി വെട്ടുകേക്കാണല്ലോ, അപ്പോൾ അതിന് കട്ടിട്ട് കൊടുക്കണമല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞാനിപ്പോൾ 2 സൈഡിൽ നിന്നും ഓരോ കട്ട് പോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്ക്വയർ ഷേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏത് രീതിക്കാണോ അതുപോലെ കട്ടിട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഇത് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇവിടെ ചക്കയും വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിത് എല്ലാം ഇതുപോലെ കട്ടിട്ടെടുത്ത് വെച്ചു. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ പാം ഓയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഇനി ഇതൊന്ന് മീഡിയം ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരുപാട് ഇട്ട് കൊടുക്കണ്ട, ഇട തിങ്ങി നിൽക്കത്തക്ക രീതിയിൽ ഇട്ട് കൊടുക്കരുത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അല്ലെന്നുണ്ടെങ്കിൽ ഉൾഭാഗം വേവത്തില്ല, പുറം ഭാഗം കരിഞ്ഞും പോവും. അതുകൊണ്ട് അതും പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ചെറുതായിട്ട് ഇട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് റെഡിയായി. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇതുണ്ടാക്കി തീരുന്നിടം വരെ എനിക്ക് നല്ല ടെൻഷൻ ആയിരുന്നു കേട്ടോ, ശരിയാവുമോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ സംഭവം വൻ സക്സസ് ആയിരുന്നു. അടിപൊളി ടേസ്റ്റാണ്. പുറമേ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെട്ടുകേക്കാണ്. സത്യം പറഞ്ഞാൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ സാധനം വീട്ടിലുണ്ടാക്കി നോക്കിയിട്ടില്ലെന്നുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കിയോ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റ.